ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കോൾഫിനിറ്റി. ഇന്ന് നമ്മളൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ജോബിന് ആയിരക്കണക്കിന് ആൾക്കാർ ഡെയിലി അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ കുറച്ച് പേർക്ക് മാത്രമേ ഒരു കോൾ ബാക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? ഓൺലി ബിക്കോസ് ഓഫ് ദെയർ ലിങ്ക്ഡിൻ അക്കൗണ്ട്. അപ്പോൾ ലിങ്ക്ഡിൻ അക്കൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നല്ലൊരു നമ്മുടെ നെറ്റ്വർക്കിംഗ് വളർത്താനൊക്കെ വളരെയധികം സഹായിക്കും. അപ്പോൾ ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം വെർ വി ക്യാൻ കണക്ട് വിത്ത് ഇൻഡസ്ട്രിയൽ പ്രൊഫഷണൽസ് ആൻഡ് ഷോക്കേസ് യുവർ സ്കിൽ. ഇത് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഡിസ്കവർ ചെയ്യാൻ വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ ഓൺലൈൻ റെസ്യൂമെയാണ് ലിങ്ക്ഡിൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന ഫോളോയിങ് സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിൽ ലിങ്ക്ഡിൻ എന്താണെന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ലിങ്ക്ഡിൻ സെർച്ച് ചെയ്യുക. ആദ്യം കാണുന്ന ആ ലിങ്കിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് വരും. നമുക്കൊന്നെങ്കിൽ സൈൻ ഇൻ വിത്ത് ഇമെയിലും പറ്റും, അതുപോലെ തന്നെ നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കയറാൻ പറ്റും. ഇവിടെ ഞാൻ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ ആയിരുന്നു ചെയ്തിരുന്നത്. നിങ്ങൾക്ക് അവിടെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ വരാം, അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു അക്കൗണ്ടായിട്ട് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കലാണ് വേണ്ടത്. മീ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് ശരിക്കും നമ്മുടെ പ്രൊഫൈൽ വ്യൂ ചെയ്യാനുള്ള വ്യൂ പ്രൊഫൈലിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം നമ്മളുടെ പേര് വരുന്നുണ്ട്, പക്ഷേ വേറൊരു ഡീറ്റെയിൽസും വരുന്നില്ല. നമ്മുടെ ലൊക്കേഷൻ GPS വഴി ട്രാക്ക് ചെയ്യുകയാണ്. അല്ലാണ്ട് നമ്മൾ കൊടുക്കാത്തതുകൊണ്ട് അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല. സോ നമ്മളത് എഡിറ്റ് ചെയ്ത് നമ്മളുടെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സൈഡിൽ ഒരു പെൻ ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് നെയിം എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ആഹ്ലാദ ഗോവിന്ദ് എന്നുള്ളതാണ്, അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. നെക്സ്റ്റ് വരുന്നത് നമുക്ക് അഡീഷണൽ നെയിം വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ടതെല്ലാം നമുക്ക് അവിടെ ഓപ്ഷൻസ് ഓരോന്നായിട്ട് ക്ലിയർ ചെയ്തു. അപ്പോൾ അത് വഴി ഇതൊന്നും ആവശ്യമില്ല, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഇനി വരുന്നത് നമ്മളൊരു പ്രൊഫഷണൽ സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ, സ്റ്റുഡൻ്റ് എന്നല്ല, ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ നമ്മൾ നമ്മുടെ കറണ്ട് പൊസിഷൻ എന്താണെന്ന് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആഡ് ന്യൂ പൊസിഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുവാണോ അതോ സ്റ്റുഡൻ്റ് ആണോ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ കറണ്ട് പൊസിഷൻ എന്താണ് എന്നൊക്കെ നമുക്ക് അതിൽ എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയി വരിക. ഇവിടെ ആഡ് എക്സ്പീരിയൻസ് എന്നുണ്ട്. അപ്പോൾ നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മളെ എന്താണ് നമ്മുടെ ഒരു പൊസിഷൻ. ഇപ്പോൾ മാനേജർ ആണെങ്കിൽ മാനേജർ, നമ്മളവിടെ ഇൻറ്റേൺ ആണെങ്കിൽ ഇൻറ്റേൺ, എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടൈറ്റിലാണ് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ എവിടെയാണ് പഠിച്ചത്, ഏത് കോളേജാണ്, ഏത് യൂണിവേഴ്സിറ്റിയാണ് എന്നൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിൽ നമുക്ക് ആഡ് എഡ്യൂക്കേഷൻ വഴി നമുക്ക് അതൊക്കെ എൻ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഏത് സിറ്റിയാണ്, നമ്മൾ എവിടെയാണ്, ഏത് കൺട്രിയാണ് എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് വരിക. അതിൽ കോൺടാക്റ്റ് ഇൻഫോമിൻ്റെ താഴെ എഡിറ്റ് ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കോൺടാക്റ്റ് ഇൻഫോർമേഷൻ എല്ലാം ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പറ്റും. ഇങ്ങനെ കോൺടാക്റ്റ് ഇൻഫോയുടെ താഴെ വരുന്നതിനകത്ത് നമ്മൾ പ്രൊഫൈലിന് URL കാണാം. അതാണ് നമ്മുടെ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈൽ URL. അപ്പോൾ നമുക്ക് ഫോൺ നമ്പർ കൊടുക്കാം, ഫോൺ ടൈപ്പ് കൊടുക്കാം, അഡ്രസ്സ് നമ്മുടെ അഡ്രസ്സ് കൊടുക്കാം. ഇനി വരുന്ന ബർത്ത്ഡേ ഡേറ്റ് ഒക്കെ കൊടുക്കാം. ഇനി നമ്മൾ ഏതൊക്കെ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ വെബ്സൈറ്റിൻ്റെ ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, ഇൻസ്റ്റഗ്രാമിൻ്റെ കൊടുക്കാം, മറ്റ് ഗിറ്റ്ഹബ് പോലെയുള്ളതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കാം. ഇനി കോൺടാക്റ്റ് ഇൻഫോയുടെ താഴെയുള്ള വെബ്സൈറ്റ് എന്നുള്ള അതിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ്, ഇപ്പോൾ പോർട്ട്ഫോളിയോ പോലെ പലർക്കും കാണും, അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ പ്രൊഫൈലിൻ്റെ ആദ്യം കിട്ടും. അപ്പോൾ എന്ന് വെച്ചാൽ ഒരാൾ ജോബിന് വേണ്ടിയിട്ട് നമ്മളെ ഹയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അയാൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരു എൻട്രിയാണ് അത് കൊടുക്കുക. ഇനി നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഫൈൽ ആ കാണുന്ന വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എഡിറ്റ് ബട്ടൺ ഉണ്ട്, ഫ്രെയിംസ് ഉണ്ട്, ആഡ് ഫോട്ടോ കൊടുക്കാം. 3 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ, ഇപ്പോൾ നമുക്കിപ്പോൾ തന്നെ നമ്മൾക്ക് എടുക്കണമെങ്കിൽ ആഡ് ഫോട്ടോയിൽ കൊടുത്തിട്ട് നമുക്ക് എടുക്കാം, യൂസ് ക്യാമറ അല്ലെങ്കിൽ അപ്ലോഡ് ഫോട്ടോ എന്നുള്ള വഴി. ഇവിടെ ഞാൻ അപ്ലോഡ് ഫോട്ടോയാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതുവഴി നമുക്ക് നമ്മളുടെ സിസ്റ്റത്തിലുള്ള ഫോട്ടോസ് യൂസ് ചെയ്യാൻ പറ്റും. ഫോട്ടോ അപ്ലോഡ് ആയതിന് ശേഷം നമുക്ക് അതിൻ്റെ റേഷ്യോ അനുസരിച്ച് എന്താണ് അപ്പിയർ ചെയ്യേണ്ടത് അത് വെച്ചിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സൂം ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സ്ട്രൈറ്റ് എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ ചെരിഞ്ഞിരിക്കുന്ന ഫോട്ടോ ആണെങ്കിൽ നമുക്ക് നേരെ വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി അടിയിൽ കാണുന്ന സേവ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാം നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ.
ഇനി പ്രൊഫൈൽ ഫോട്ടോയ്ക്ക് പിന്നിലായി കാണുന്നതാണ് നമ്മുടെ ലിങ്ക്ഡിൻ ബാനർ. അത് നമുക്ക് വേണ്ട ഫോട്ടോസ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോസ് തന്നെ നമ്മുടെ പേരും നമ്മുടെ ഇമെയിലൊക്കെ കൊടുക്കാം. അതിനനുസരിച്ച് അതാണ് നമ്മുടെ ബാനർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നേരെ പ്രൊഫൈൽ ഫോട്ടോ നേരത്തെ എഡിറ്റ് ചെയ്ത പോലെ തന്നെയാണ് ബാനറും നമ്മുടെ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് മെയിൻലി സ്റ്റെപ്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ ആഡ് പ്രൊഫൈൽ സെക്ഷനും പിന്നെ എൻഹാൻസ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ലിങ്ക്ഡിൻ തന്നെ നമുക്ക് ഓപ്ഷൻസ് തരുന്നതാണ്. നമുക്കിങ്ങനെ ചെയ്യാം. ഇനിയുള്ളത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ഷോക്കേസ് ചെയ്യും. നമ്മുടെ ലിങ്ക്ഡിനിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ ഇടുവാണെങ്കിൽ നമ്മളെ ഹയർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അത് നമ്മുടെ ലിങ്ക്ഡിൻ അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെയാണ് ഒരു നെറ്റ്വർക്കിംഗ് സാധ്യമാവുന്നത് എന്നതുള്ളതാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ മൈ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് മുകളിൽ. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഫ്രണ്ട്സിനെ ആഡ് ആക്കുന്നത് പോലെ തന്നെ ലിങ്ക്ഡിനിൽ ഈസി ആയിട്ട് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽസിനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഓരോ കമ്പനീസിനെയൊക്കെ ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ കണ്ടൻറ്റുകൾ നമ്മൾ റിസീവ് ചെയ്യും. പിന്നെ അടുത്തതായിട്ടുള്ളത് ജോബ്സ് എന്നുള്ള സെക്ഷനാണ്. അവിടെ നമുക്ക് ഓരോ ഇൻഡസ്ട്രിയിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസൊക്കെ അവർ ഇടുന്നത് ആ ജോബ് എന്നുള്ള സെക്ഷനിലാണ് കാണാൻ സാധിക്കുക. സെർച്ച് ഫോർ ജോബ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പറ്റിയ ജോബുകൾ കണ്ടെത്താൻ സാധിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ മെസ്സേജിങ് ആണ്. നമുക്ക് മെസ്സേജസ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. മുകളിൽ സെർച്ച് ബാർ ഉണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷനാണ്. അതായത് നമ്മുടെ കണക്ഷനിലുള്ള ആളുകൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ചിലവർക്കൊക്കെ ഓരോങ്കിലും ആക്ടിവിറ്റീസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻസിലാണ് കാണാൻ സാധിക്കും. അടുത്തതെന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ സെക്ഷനാണ്. നോട്ടിഫിക്കേഷനിൽ നമ്മൾക്ക് ആവശ്യമുള്ള നമുക്ക് റിസീവ് ചെയ്യും ഓരോ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോളോവേഴ്സിൻ്റെ ഒക്കെ. അതുപോലെ തന്നെ നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും നോട്ടിഫിക്കേഷനിൽ വരും. ഇനിയുള്ളത് മീ എന്നുള്ള സെക്ഷനാണ്. അതിൽ നമുക്ക് വ്യൂ പ്രൊഫൈൽ നോക്കി കഴിയുമ്പോൾ നമ്മൾക്കറിയാം നമ്മൾ ആദ്യം കണ്ട പോലെയുള്ളൊരു പ്രൊഫൈലല്ല ഇപ്പോൾ കാണാം. ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻസൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ സൈഡിലായിട്ട് പബ്ലിക് ഓർ പ്രൊഫൈൽ URL എന്ന് പറയുന്ന സംഭവം, ആ ഒരു ലിങ്കാണ് നമ്മളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ ലിങ്ക്. ഇപ്പം നമ്മൾ ജോബ് റെസ്യൂമൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാണ് പതിവ്. ഇവിടെ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് നോക്കാം. നമ്മൾ ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലൈ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എന്താണെന്ന് വരും. അത് കഴിഞ്ഞ് ചേഞ്ച് ഫോട്ടോ. നമ്മുടെ ബാനർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു പ്രൊഫൈൽ ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇനി ലേറ്റർ വീഡിയോസിൽ നമ്മൾ എങ്ങനെയാണ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ യൂട്ടിലൈസ് ചെയ്യുക, എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെന്തായാലും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. Do